PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയുമായിട്ടാണ്. അതായത് നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു 5 കൊണ്ടും 75 കൊണ്ടും ഏതൊരു സംഖ്യയും ഗുണിക്കുക എന്നുള്ളതിൻ്റെ ഗുണനത്തിൻ്റെ ഒരു ട്രിക്ക് വീഡിയോ. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ 10 ലക്ഷത്തോടടുത്ത് വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഡൗട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ 75 കൊണ്ട് ഏതൊരു സംഖ്യയും ഗുണിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം ചെയ്തത് ഇരട്ട സംഖ്യകളാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഒറ്റ സംഖ്യ വന്നാൽ എങ്ങനെയാണ് ചെയ്യുക എന്ന് ഒത്തിരി പേര് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കമൻറ്റിലൂടെ മറുപടി നൽകാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ എഴുതി പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ കമൻറ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് കാണിച്ചു തരാം, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് കുറച്ച് വൈകിപ്പോയി, എന്തായാലും അറിയാം. അപ്പോൾ അതിന് ആദ്യം ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ സംഖ്യകളെ 75 കൊണ്ട് എങ്ങനെ ഈസി ആയിട്ട് ഗുണിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മാത്രമാണ് ഞാനിപ്പോൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോ കൊടുക്കാം, അതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് പോയി കാണുക. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഒറ്റ സംഖ്യകൾ കൊണ്ട് 75നെ ഈസി ആയിട്ട് സെക്കൻഡിനുള്ളിൽ ഗുണിക്കുന്ന ട്രിക്കാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒറ്റ സംഖ്യ കൊണ്ട് 75നെ ഗുണിക്കുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ എങ്ങനെയാണ് പഠിച്ചത്? ഇപ്പോൾ 28 × 75 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 28ൻ്റെ പകുതി എടുത്തു. പകുതി എന്ന് പറയുമ്പോൾ 14. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? 2 0 ചേർത്തു. അപ്പോൾ 1400 എന്നായി. അതിൻ്റെ പകുതി എടുത്തു 700 അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 അല്ലേ, 2100 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, എളുപ്പ വഴി അല്ലേ? ഏതൊരു സംഖ്യയും 75 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? സംഖ്യയുടെ പകുതി എടുത്തു, 2 0 ചേർത്തു, അതിൻ്റെ പകുതി എടുത്തു, രണ്ടും കൂടെ ആഡ് ചെയ്തു, ആൻസർ കിട്ടി. ഇത് ഇരട്ട സംഖ്യ ആയപ്പോഴാണ് അല്ലേ? അപ്പോൾ ഒറ്റ സംഖ്യ വന്നാൽ എന്താണ് ചെയ്യുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഇവിടെ നോക്കാം, 17 × 75 അല്ലേ? അപ്പോൾ 17 എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതി എടുക്കുമ്പോൾ പോയിന്റ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? 17ൻ്റെ തൊട്ട് മുന്നേയുള്ള സംഖ്യ എടുക്കുക. ഏതാണ്? 16 അല്ലേ? 17ൻ്റെ തൊട്ട് മുന്നേയുള്ള സംഖ്യ ഏതാണ്? 16 ആണ്. അപ്പോൾ 16ൻ്റെ പകുതി എടുക്കുക. 16ൻ്റെ പകുതി എടുക്കാൻ പാടില്ലല്ലോ. എത്രയാണ്? 8 ആണ് അല്ലേ? ഇനി ബാക്കി നമ്മൾ അതുപോലെ ചെയ്യുക. എങ്ങനെയാണ്? 8 എടുത്തു, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 2 0 ചേർക്കണം. അപ്പോൾ 800 എന്നായി. ഇനി 800ൻ്റെ പകുതി എടുക്കുക. 800ൻ്റെ പകുതി എത്രയാണ്? 400 ആണ്. അത് നമ്മൾ എഴുതി. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. 0 0 8 4 12. തീർന്നില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു 75 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, 75 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി 1275. എന്താണ് ചെയ്തത്? നമ്മൾ ഇരട്ട സംഖ്യ ആണെങ്കിൽ ആ സംഖ്യയുടെ പകുതി എടുത്ത് 2 0 എടുത്ത് ആ സംഖ്യ കിട്ടുന്നതിൻ്റെ പകുതി എടുത്ത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. ഒറ്റ സംഖ്യ ആവുമ്പോൾ ഒറ്റ സംഖ്യ എടുക്കുമ്പോൾ അതിൻ്റെ പകുതി എടുക്കാൻ പറ്റില്ല, പോയിന്റ് വരും. അപ്പോൾ അതിന് തൊട്ട് മുന്നേയുള്ള സംഖ്യ എടുക്കുക. ഇരട്ട സംഖ്യയാണ് അല്ലേ? 16. 16ൻ്റെ പകുതി 8, അതിൻ്റെ കൂടെ 2 0 ചേർത്തു. അപ്പോൾ 800 എന്നായി. അതിൻ്റെ പകുതി 400. രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 1200 പ്ലസ് എന്ത് ചെയ്യുക? 75 കൂടെ കൂട്ടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ചെയ്താൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഒന്നുകൂടെ ചെയ്യാം. 21 × 75. 21 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 21ൻ്റെ തൊട്ട് മുന്നേയുള്ള നമ്പർ എത്രയാണ്? 20 ആണ്. 21ൻ്റെ തൊട്ട് മുന്നേയുള്ള നമ്പർ. അതിൻ്റെ പകുതി എടുക്കുക. അതിൻ്റെ പകുതി എത്രയാണ്? 20ൻ്റെ പകുതി 10 ആണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 2 0 ചേർക്കണം. അപ്പോൾ 1000 എന്നായി. 1000ൻ്റെ പകുതി എത്രയാണ്? 500. ആ 500 എഴുതി. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുക. 0 0 5 1500 എന്ന് കിട്ടി. തീർന്നില്ല. എന്തും കൂടെ ചെയ്യണം? ഒരു 75 കൂടെ അതിൻ്റെ കൂടെ കൂട്ടുക. 1500ൻ്റെ കൂടെ 75 കൂട്ടിയാൽ നമുക്കറിയാം 1575 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒറ്റ സംഖ്യ വന്നാൽ ഇത്രയേ ഉള്ളൂ. ഒറ്റ സംഖ്യയുടെ തൊട്ട് മുന്നേയുള്ള സംഖ്യ എടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക, 2 0 ഇട്ട് കൊടുക്കുക, കിട്ടുന്ന സംഖ്യയുടെ പകുതി എടുക്കുക, കൂട്ടുക. കൂട്ടി കിട്ടുന്നതിനോട് ഒരു 75 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ
നമ്മുടെ ആൻസറായി. നമുക്ക് കൂട്ടുന്നതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അല്ലേ, ഗുണിക്കുന്നതിനേക്കാളും ഈസിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് 75 കൊണ്ട് ഒറ്റ സംഖ്യയും ഗുണിക്കാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതുപോലെ ഇരട്ട സംഖ്യയാണ്. അപ്പോൾ വളരെ എളുപ്പമല്ലേ. കുറച്ച് നമ്പേഴ്സും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, 25 × 75. 25 എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ സംഖ്യയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേയുള്ള നമ്പർ ആയിട്ടുള്ള എന്തെടുക്കണം? 24 എടുക്കണം. 24ന്റെ പകുതി എത്രയാണ്? 24ന്റെ പകുതി നമുക്ക് എല്ലാവർക്കും അറിയാം 12 ആണ്. ഇനി ഇങ്ങനെ പകുതി എടുക്കാൻ അറിയില്ലെങ്കിൽ പകുതി എങ്ങനെയാണ് ഈസി ആയിട്ട് കാണാമെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എങ്ങനെയാണ് ഈസി ആയിട്ട് പകുതി എടുക്കാമെന്നുള്ളത്. അപ്പോൾ 24ന്റെ പകുതി എത്രയാണ്? 12 ആണ്. എന്ത് ചെയ്യുക? 12ന്റെ കൂടെ 2 0 ഇട്ട് കൊടുക്കുക. 1200. 1200ന്റെ പകുതി എത്രയാണ്? 12ന്റെ പകുതി 6 ആണ്. അപ്പോൾ 1200ന്റെ പകുതി എത്രയാണ്? 600. 6ന്റെ കൂടെ 2 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ, 600. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ കൂട്ടുക. കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ഒരു 75 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ. അപ്പോൾ 25ന്റെ പകുതി എടുക്കാൻ പറ്റില്ല, തൊട്ട് മുന്നേയുള്ള 24 എടുത്തു, അതിൻ്റെ പകുതി 12, അതിനോടൊപ്പം എന്ത് ചെയ്തു? 2 0 ചേർത്തു. അപ്പോൾ 1200 എന്ന് വന്നു. 1200ന്റെ പകുതി 600, രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 1800 എന്ന് കിട്ടി. അതിനോടൊപ്പം എന്ത് ചെയ്യുക? ഒരു 75 കൂടെ കൂട്ടുക. നമ്മുടെ ആൻസർ എത്രയാണ്? 1875 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം, 29 × 75 ആണ്. അപ്പോൾ 29 ഒറ്റ സംഖ്യയാണ്. എന്ത് ചെയ്യണം? 29ന്റെ തൊട്ട് മുന്നേയുള്ള നമ്പർ ആയിട്ടുള്ള 28 എടുക്കുക. 28ന്റെ പകുതി എത്രയാണ്? 28ന്റെ പകുതി 14 ആണ്. എന്ത് ചെയ്യണം? അതിനോടൊപ്പം 2 0 ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1400 എന്ന് കിട്ടി. 1400ന്റെ പകുതി എത്രയാണ്? 14ന്റെ പകുതി 7 ആണ്. അപ്പോൾ 1400ന്റെ പകുതി എത്രയാ? 700. ഓക്കെ ഇട്ടു. ഇനി എന്ത് ചെയ്യണം? കൂട്ടാം. 0 0 7 4 11ന് 1 1 ശിഷ്ടം 2. അപ്പോൾ 2100 എന്ന് കിട്ടി. തീർന്നില്ല. എന്ത് ചെയ്യണം? ഒരു 75 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. 5 7 1 2. അപ്പോൾ 2175 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത നമ്പർ നോക്കാം. അടുത്തത് നോക്കാം, 41 × 75. 41 എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ തൊട്ട് മുന്നേയുള്ള നമ്പർ 40 എടുത്തു. 40ന്റെ പകുതി എത്രയാണ്? 20 ആണ്. അതിനോടൊപ്പം 2 0 ചേർത്തു. അപ്പോൾ നമുക്ക് 2000 എന്ന് കിട്ടി. 2000ന്റെ പകുതി എത്രയാണ്? 1000 അല്ലേ. 2000ന്റെ പകുതി 1000 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് എഴുതി. ഇനി രണ്ടും കൂടെ കൂട്ടുക. 2000 1000 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 3000. 3000ത്തിനോടൊപ്പം എന്ത് ചെയ്യുക? ഒരു 75 കൂടെ കൂട്ടുക. ഓക്കെ ആണല്ലോ. അപ്പം 5 7 3075 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ. അപ്പം 41 കൊണ്ട് പറ്റില്ലെങ്കിൽ 41ന്റെ തൊട്ട് മുന്നേയുള്ള 40 എടുക്കുക. 40ന്റെ പകുതി 20. 20നോടൊപ്പം 2 0 ചേർത്തു. അപ്പം 2000 ആയി. 2000ത്തിന്റെ പകുതി 1000. രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 3000. അതിനോടൊപ്പം ഒരു 75 കൂടെ കൂട്ടിയാൽ എന്തായി? നമ്മുടെ ആൻസറായി. ഓക്കെ. അടുത്തത് നോക്കാം, 61 × 75. എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 61 നമുക്ക് കിട്ടില്ല. അപ്പം എന്ത് ചെയ്യുക? 61ന്റെ തൊട്ട് മുന്നേയുള്ള 60 എടുക്കുക. 60ന്റെ പകുതി 60 എടുത്തിട്ട് അതിനോടൊപ്പം 2 0 ഇടരുത് കേട്ടോ. 60ന്റെ പകുതി എടുക്കുക. 60ന്റെ പകുതി എത്രയാണ്? 30 ആണ്. അതിനോടൊപ്പം 2 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പം എത്രയായി? 3000 ആയി. 3000ത്തിന്റെ പകുതി എത്രയാണ്? നമുക്കറിയാം 1500 ആണ് 3000ത്തിന്റെ പകുതി എന്നുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുക. 0 0 5 3 1 4. തീർന്നില്ല. എന്തുകൂടെ ചെയ്യണം? ഒരു 75 കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ എത്ര കിട്ടി? 4575 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഈസി ആണല്ലോ. അപ്പോൾ ഇരട്ട സംഖ്യ ആയാലും ഒറ്റ സംഖ്യ ആയാലും ഏതാണെങ്കിലും നമുക്ക് 75 കൊണ്ട് ഈസി ആയിട്ട് ഗുണിക്കുന്ന മെത്തേഡ് മനസ്സിലായില്ലേ? 2 നമ്പർ കൂടെ നോക്കാം. ഇവിടെ നോക്കുക, 129 × 75. ഇതൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ ഗുണിക്കുകയാണെങ്കിൽ എത്ര സമയം എടുക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പം ചെയ്ത പോലെ ചെയ്യാലോ. 129 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നിലുള്ള നമ്പർ ഏതാണ്? 128 ആണ്. 128ന്റെ പകുതി എത്രയാണ്? 64 അല്ലേ. 128ന്റെ പകുതി 64 ആണ്. അപ്പോൾ 64 എടുത്തു. അതിൻ്റെ കൂടെ 2 0 ഇട്ടു. 6400 എന്ന് കിട്ടി. 6400ന്റെ പകുതി എത്രയാണ്? 6ന്റെ പകുതി 3, 4ന്റെ പകുതി 2, ദെൻ 2 0. അപ്പോൾ 3200 എന്ന് കിട്ടി അല്ലേ.
അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടെ കൂട്ടാം. 0 0 4 2 6 6 3 9. അപ്പോൾ 9600 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ഒരു 75 കൂടെ കൂട്ടുക. അപ്പോൾ 5 7 9675 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 അക്ക സംഖ്യ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അടുത്തൊരു നമ്പർ നോക്കാം. 249 ഇൻറ്റു 75 ആണ് അല്ലേ. അപ്പോൾ 249 എന്താണ്, ഒറ്റ സംഖ്യയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നിലുള്ള നമ്പർ 248 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പകുതി 248ൻ്റെ പകുതി 2ൻ്റെ പകുതി 1, 4ൻ്റെ പകുതി 2, 8ൻ്റെ പകുതി 4. അപ്പോൾ 124 248ൻ്റെ പകുതി. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ 2 0 ചേർക്കുക. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ പകുതി എടുക്കുക. എത്രയാണ്, 12400ൻ്റെ പകുതി. 12000ൻ്റെ പകുതി എത്രയാണ്, 6000 അല്ലേ. 400ൻ്റെ പകുതി എത്രയാണ്, 200. അപ്പോൾ 6000 200 കൂടെ ചേർത്താൽ എത്രയാണ്, 6200 എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ. ഇപ്പോൾ പകുതി കാണാൻ അങ്ങനെ കാണാം. 12ൻ്റെ പകുതി 6 ആണ്, 4ൻ്റെ പകുതി 2 ആണ്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് 2 0 ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ആൻസർ കിട്ടി. ഇനി എന്ത് ചെയ്യുക, 0 ചേർത്ത് കൊടുക്കുക. 4 2 6, 6 2 8 1. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇതിനോടൊപ്പം ഒരു 75 കൂടെ കൂട്ടുക. 75 കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. 18675 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. 3 അക്ക സംഖ്യ ആണെങ്കിലും 2 അക്കം ആണെങ്കിലും 4 അക്കമാണെങ്കിലും ഏത് സംഖ്യ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇരട്ട സംഖ്യ ആണെങ്കിൽ ആ സംഖ്യയുടെ പകുതി എടുക്കുക, 2 0 ഇടുക. ആ സംഖ്യയുടെ പകുതി എടുക്കുക, 2 കൂടെ ആഡ് ചെയ്യുക. ഒറ്റ സംഖ്യ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത്, 249 ഒറ്റയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേയുള്ള നമ്പർ എടുക്കുക, അതിൻ്റെ പകുതി കാണാം, 2 0 ചേർക്കുക. ആ കിട്ടുന്ന നമ്പറിൻ്റെ പകുതി കാണാം, 2 കൂടെ ആഡ് ചെയ്യുക. അതിനോടൊപ്പം ഒരു 75 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കമൻറ്റിലൂടെ ഈ സംശയങ്ങൾക്കുള്ള മറുപടി തന്നാൽ കണക്കായതുകൊണ്ട് ഒട്ടും മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കമൻറ്റിലൂടെ മറുപടി തരാത്തത്. പിന്നെ കുറേ കമൻറ്റ്സ് വരും. നിങ്ങൾക്കറിയാം, ഒരു 9 ലക്ഷത്തോളം 10 ലക്ഷത്തോളം ആകാറായി ആ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കമൻറ്റ്സ് ആണ് അതിനനുസരിച്ച് വരുന്നത്. അപ്പോൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് മാത്സ് ഒക്കെ അതുകൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുത്താലും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്താണ്, അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.